അപ്പോൾ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ പടവലം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പടവലത്തിൻ്റെ ഒപ്പം തന്നെ പീച്ചക്ക ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൂടെ കോവക്കയുണ്ട് കേട്ടോ. കോവക്കയും പടവലും പീച്ചക്കയും ഒന്നായിട്ടാണ്. പടവലം ഫുള്ള് മുളക്കായിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. പിന്നെ പീച്ചക്ക അതിൽ കുഴിച്ചിട്ട് കേട്ടോ. പീച്ചക്ക നമ്മളിതിന് കുറച്ച് വളം ഇടണം. ഇപ്പോൾ കോഴിക്കാഷ്ടം, പിന്നെ ചാണകപ്പൊടി ഇതുണ്ടല്ലേ, പിന്നെ കുറച്ച് ഇംഗ്ലീഷ് വളം ഇട്ട് കൊടുക്കണം. ഇംഗ്ലീഷ് വളം ഞാൻ ഒന്നിനും ഇടാത്തതാണ്. പക്ഷെ അതിന് ഇട്ട് കൊടുക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കോഴികൾ പിന്നെ ഇതുണ്ടല്ലേ, ഇത് പടി പൊട്ടിയിട്ടുണ്ട്. ഇതിന് ഉണ്ടാവുക എന്തോ എന്നറിയില്ല. നമ്മൾ മണ്ണിട്ട് നിർത്തിയത് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണിത്. ഇതുണ്ടല്ലേ, ഇത് ഇവിടെ ഇങ്ങനെ പൊട്ടി പോകുന്നതാണിത്. പിന്നെ കോഴി ചവിട്ടിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ അത് ശരിക്കൊന്ന് മണ്ണിടാൻ പിന്നെ നോക്കിയതായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ അറ്റം പറ്റ പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതായാലും ഉണ്ടാവില്ല. അപ്പോൾ അത് ഒഴിവാക്കാം. ഇത് കോഴികൾ ചവിട്ടി നാശമാക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് പിന്നെ ഇംഗ്ലീഷ് വളം കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇംഗ്ലീഷ് വളം കൂടുതലൊന്നും ഇടണില്ല. ഇംഗ്ലീഷ് വളം ഒരു പിന്നെ പാറ്റം പോസാണ് ഇടുന്നത്. ഒരു കുറച്ച് ഇടണുള്ളൂ, ഒരു 50 ഗ്രാം ഉണ്ടാവും. അതിലേറെ ഒന്നും ഇടണില്ല കേട്ടോ. നമ്മൾ കൂടുതൽ ഇടണില്ല. അത് എന്നുണ്ട് ഈ പന്തൽമക്ക് ഇങ്ങോട്ട് കയറുള്ള നമ്മൾ അതെന്തേലും ഇടാൻ പറ്റില്ല. അല്ലെങ്കിൽ കോഴികൾ ഇത് പറ്റ നശിപ്പിക്കും കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ഇതിങ്ങനെ ഇടുന്നത്. ഞാനൊരു ഇതിനും ഈ ഇംഗ്ലീഷ് വളം ഇടാത്തതാണ്. പക്ഷേ ഇതിനിപ്പോൾ ഇടൽ നമ്മൾ അത്യന്താപേക്ഷിതമായതുകൊണ്ടാണ് ഇത് ഇടണത് കേട്ടോ. അല്ലെങ്കിൽ ഈ പരിപാടി ഞാൻ ചെയ്യൽ തന്നെയല്ല. എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം. നമ്മളെ എല്ലാ പച്ചക്കറി ഓർഗാനിക്കായിട്ടുള്ളതാണ്. ഒരു നമ്മൾ വേണ്ടാത്തൊരു ഇംഗ്ലീഷ് വളം ഒന്നും ഇടാത്ത. പക്ഷേ ഇതിന് നമ്മൾ ഇപ്പോൾ പിന്നെ ഇടാനുള്ള കാരണം പറഞ്ഞില്ലേ, ഒന്ന് പെട്ടെന്ന് പന്തൽമെത്തണം. അല്ലെങ്കിൽ ഇത് പിന്നെ കോഴിക്കളിങ്ങനെ തിന്നിട്ടും അല്ലെങ്കിൽ പിന്നെ ചിക്കുക, അല്ലെങ്കിൽ കൂടി നടക്കുക, അതൊക്കെയാണ് ഇപ്പോൾ അവർ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ നിൽക്കില്ല. നമ്മൾ ഗേറ്റൊക്കെ അടച്ചാലും ഇങ്ങനെ ഇതിന് മേലെ കൂടിയൊക്കെ പാറി വരിക. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മേലെയാണ് നമ്മൾ മറ്റേ ഇത് ഇട്ട് കൊടുക്കണത്. പിന്നെ ഈ മറ്റേ വളം ഉണ്ടല്ലോ, പിന്നെ ഈ കോഴിക്കാഷ്ടം, പിന്നെ അതുപോലെ തന്നെ ഈ പിന്നെ ചാണകപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിങ്ങനെ വല്ലാതെ അടുത്തിടരുത് കേട്ടോ. കുറച്ച് ദൂരാക്കിയിട്ട് നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇട്ടിട്ട് പിന്നെ ഇപ്പം നനക്കാനും പാടില്ല കേട്ടോ. നനച്ച് കഴിഞ്ഞിട്ട് ഇടുക. അല്ലെങ്കിൽ നനക്കണതിൻ്റെ വൈകുന്നേരം എടുത്ത് രാവിലെ നനച്ച് കൊടുക്കുക. അത് അങ്ങനെ പറ്റുള്ളൂ. അപ്പം തന്നെ നനച്ച് ചിലപ്പോൾ അതുകൊണ്ട് നശിച്ച് പോകാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് അതിൻ്റെ ചോട്ടുകായിട്ടുണ്ടെങ്കിൽ പിന്നെ ചിലപ്പം പെട്ടെന്ന് പിന്നെ ഇതുകൊണ്ട് അലിഞ്ഞ് അതിൻ്റെ വേരൊക്കെയാണ് ചീഞ്ഞ് പോകും. അപ്പാണ്ട് ഉണങ്ങും കേട്ടോ. പെട്ടെന്ന് നല്ല ചൂടുവെള്ളം പാർന്ന മാതിരിക്കാരം പിന്നെ. അപ്പോൾ ഇത് ഈ വളട്ടേക്ക് തന്നെ നമ്മൾ പിന്നെ ഇടാൻ പാടില്ല, പിന്നെ നനക്കാൻ പാടില്ല. അല്ലെങ്കിൽ നനച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം ഇങ്ങനെ വറ്റി ഇങ്ങനെ പോകുമ്പോൾ പിന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരം ഇതിനെ ഇട്ടിട്ട് രാവിലെ നനക്കുക. അപ്പോൾ ഇത് കുറേയൊക്കെ മണ്ണിൽ ചേരും കേട്ടോ. ഒന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് മണ്ണിൽ ചേരുമ്പോഴാണ് ഇതിന് പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ ഇത് കോഴിക്കാഷ്ടം നമ്മൾ അതിൻ്റെ ചൂട് കളഞ്ഞാണ് കേട്ടോ. നമ്മൾ കോഴിക്കാഷ്ടം നേരിട്ട് പൗഡറായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടില്ല. പൊടിയായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ചൂടാവും. ഇതിൻ്റെ ചൂട് കളയാനുള്ള മാർഗ്ഗമാണ് നമ്മൾ ഈ പിന്നെ പൊടി ഒരു ബക്കറ്റിൽ കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൻ്റെ ആ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ആ ചൂട് അതാണ്ട് പോയി കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ആ ഒരു ചൂടിൻ്റെ ആ ഒരു പേടിക്കേണ്ട കാര്യമില്ല. ചൂട് പിന്നെ ഇത് സംഭവം തണുത്ത് പോയി.
പിന്നെ നമ്മൾ ഈ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ തന്നെ അതിൻ്റെ സ്വാഭാവികമായിട്ട് ആ തണുപ്പ് അതിന് കിട്ടും കേട്ടോ. ഈ പൊടിയൊക്കെ നല്ല തണുപ്പാവും. ഈ തണുപ്പ് പിന്നെ കിട്ടാനാണ് നമ്മൾ ഈ വെള്ളത്തിലിടുന്നത്. നമ്മൾ രാവിലെ അതിട്ട് വെച്ചിട്ട് പിന്നെ വൈകുന്നേരം ഒരു 5-6 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. പിന്നെ ഇതിന് ചൂടുണ്ടാവില്ല കേട്ടോ. മറ്റേത് നമ്മൾ ഈ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര ചൂടാവും. ആ ചൂടാവുമ്പോൾ പിന്നെ വലിയ ഈ ചെറിയ ഇതുണ്ടല്ലോ, ഇതുപോലെ പിന്നെ പച്ചക്കറീൻ്റെ തൈകൾ, അതുപോലെ പിന്നെ ഈ വെണ്ടക്ക, വഴുതനങ്ങ അങ്ങനത്തെ സാധനത്തിൻ്റെ ഒക്കെ വേര് ദുർബലമാണല്ലോ. തീരെ ഒരു ശക്തിയില്ലാത്ത വേരുകളാകുമ്പോൾ അത് പിന്നെ അതിലങ്ങോട്ട് പറ്റങ്ങോട്ട് പിന്നെ ഈ വേരിനൊരു ബലമില്ലാതാകുമ്പോൾ വേര് പെട്ടെന്ന് ചീഞ്ഞു പോകും. ചീഞ്ഞു പോകാൻ അതിൻ്റെ ചൂടുകൊണ്ട് വേര് പറ്റ നാശമാകും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഒരു 4 മണിക്കൂർ വെള്ളത്തിൽ ഈ കോഴിക്കാഷ്ടം ഇട്ട് വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് നമ്മൾ ഇതിൻ്റെ ഈ സൈഡുണ്ടല്ലോ, സൈഡ് ഇങ്ങനെ മണ്ണ് ഇറക്കി കൊടുക്കുക കേട്ടോ. ഇതായിട്ട് നമ്മളിങ്ങനെ കൊത്തിയിട്ട് മണ്ണ് ഇറക്കുക. മണ്ണിങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കൊത്തി നല്ല ഒരു കൈ കൊണ്ടാണ് കൊത്തണം കേട്ടോ. അതാണ് നമുക്ക് ശരിക്കും വീഡിയോ പിടിക്കും വേണം, അത് കൊത്തും വേണം. അതാണ് ഇങ്ങനെ ശരിക്കും കാണിക്കാൻ പറ്റാത്ത കേട്ടോ. അപ്പോൾ ഞാനിത് കുറച്ച് കൊത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഇത്ര കൊത്തിട്ടോ, ഇനി കൊത്തിയിട്ട് ഈ മണ്ണിങ്ങനെ അതിലേക്ക് നിരത്തി ഇതുപോലെ നിരത്തി ഇടുകയാണ് ചെയ്യേണ്ടത്. ഈ ഭാഗം കണ്ടില്ല, ഇതുപോലെ ഒരേ മാതിരി നിരത്തുക. അപ്പോൾ അതിങ്ങനെ മണ്ണ് നിരത്തിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് ആ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് നിരത്താണ്ട് ഒരു കൈക്കോട്ട് എടുത്തിട്ട് നമ്മൾ ഫുള്ള് നിരത്തും കേട്ടോ. നിരത്തിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് മണ്ണിട്ട് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു തോടിൻ്റെ മാതിരി ഇങ്ങനെ കാണുന്നില്ലേ, ആ ഭാഗത്ത് ഇനി കയ്പങ്ങ നടും കേട്ടോ. ഇതിപ്പോൾ നല്ല കിളച്ചൊരു നമ്മൾ നല്ല മുറിച്ചിട്ടുണ്ട് കിളച്ചിട്ട്. അപ്പോൾ ഒന്നും കൂടി കിളച്ചൊരു വിക്കാസിൻ്റെ ഒരു 1/4 അടി താഴത്തിൽ നമ്മൾ കിളച്ച് നല്ല മണ്ണ് പാകപ്പെടുത്തിയെടുക്കും. എന്നിട്ട് അതിന് ഈ ഒരു തിണ്ടിനോട് ചാരിയിട്ടാണ് ഇത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇവിടെ കൊത്തുമ്പോൾ അത് ഇതേമാതിരി ഫില്ലാവും. അങ്ങനെയാണ് ഇനി ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ആ അടിയിലുള്ള ബെല്ലൈക്കണൊന്ന് അമർത്തിയിട്ടുണ്ടെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുമ്പോൾ അപ്പോൾ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒന്ന് ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വിടുന്ന വീഡിയോ ഒക്കെ ഒരുപാട് ആളിലേക്ക് എത്താൻ സഹായമാകും. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.